ബ്രിട്ടീഷ് ലിറ്ററേച്ചർ 1 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് ഇന്റർലൂഡ്? ഇന്റർലൂഡ് എന്ന് പറയുന്നത് ഈ ഡ്രാമയുടെ ഇടയ്ക്കുള്ള ഷോർട്ടായിട്ടുള്ള മ്യൂസിക്കൽ പെർഫോമൻസ് അല്ലെങ്കിൽ ഡ്രാമാറ്റിക് പെർഫോമൻസ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ആവുക, ഡ്രാമയുടെ ഇടയ്ക്കായിരിക്കും അവരത് കാണിക്കുന്നത്. അതാണ് ഇന്റർലൂഡ് എന്ന് പറയുന്നത്. അത് ലേറ്റ് മിഡിൽ ഏജസിൽ ഇംഗ്ലണ്ടിൽ പോപ്പുലറൈസ്ഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണത്. അതായത് ഇൻ ബിറ്റ്വീൻ ദി ആക്ട്സ് ഓഫ് എ പ്ലേ എന്ത് ചെയ്യും, ഹ്യൂമറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പീസ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് മ്യൂസിക്കൽ പെർഫോമൻസ് എന്താ പറയുക ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിരിക്കും. ഓക്കെ, അതാണ് ഇന്റർലൂഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇംഗ്ലീഷ് വേർഷൻ ഓഫ് ദി ബൈബിൾ ആരാണ് ഓഥറൈസ് ചെയ്തത്? അത് കിങ് ജെയിംസ് വേർഷൻ ആണ് ഓഥറൈസ്ഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് വേർഷൻ ഓഫ് ദി ബൈബിൾ. അത് 1611 അത് ഓഥറൈസ്ഡ് ആയത്. കിങ് ജെയിംസ് ഫസ്റ്റിന്റെ ആണ്. ഓക്കെ, ട്രാൻസ്ലേഷൻ ആണ്. ദെൻ തോമസ് മോറിന്റെ ഏത് വർക്കാണ് ഐഡിയൽ പെർഫെക്ഷനെ കാണിക്കുന്നത്? യൂട്ടോപ്പിയ. അത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്കാണ്. യൂട്ടോപ്പിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് പെർഫെക്റ്റ് പ്ലേസ്, ഒരു നോവെയർ ലാൻഡ് എന്ന് പറയാം. അവിടെ എല്ലാം ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം ഐഡിയൽ സൊസൈറ്റി അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഭയങ്കര ഹാർമോണിക്കലായിട്ട് അല്ലെങ്കിൽ ഹാർമണി ആയിട്ട് ജീവിക്കുന്നു, വിത്ത് ഈക്വാളിറ്റി, നോ ക്രൈംസ്. അത് അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് ഐഡിയൽ സൊസൈറ്റി. അതാണ് അതിനെ നോവെയർ ലാൻഡ് എന്ന് പറയുന്നത്. ദെൻ അത് തോമസ് മോർ ആണ് എഴുതിയത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. പിന്നെ ഏത് കാൻറ്റർബറി ടെയിൽസിനകത്തുള്ള എല്ലാ ഡീറ്റെയിൽസും നോക്കി വെക്കുക. അതായത് ആരാണ് ഹോസ്റ്റ്? ഹാരി ബെയ്ലി ആണ് ഹോസ്റ്റ്. എത്ര പിൽഗ്രിംസ് പോയി, എത്ര സ്റ്റോറീസ് ആണ് ഓരോ പിൽഗ്രിംസും പറയുന്നത്, ചോസർ പറഞ്ഞ സ്റ്റോറീസ് ഏതൊക്കെയാണ്, അതെല്ലാം. അതായത് ഫസ്റ്റ് പറയുന്ന സ്റ്റോറി എന്താണ്, ലാസ്റ്റ് പറയുന്ന സ്റ്റോറി എന്താണ്, വൈഫ് ഓഫ് ബാത്തിന്റെ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം ഇതിനകത്ത് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് മന്തിലാണ് പിൽഗ്രിംസ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിലാണ്. നമ്മുടെ പോം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഏപ്രിൽ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ കോമൺവെൽത്ത് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഇംഗ്ലണ്ടിൽ? ഒലിവർ ക്രോംവെൽ ആണ് കേട്ടോ. കിങ് ചാൾസ് ഫസ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് 1649 കോമൺവെൽത്ത് വന്നു. ദെൻ ഷേക്സ്പിയറിയൻ സോണറ്റിന്റെ റൈം സ്കീം അറിഞ്ഞിരിക്കണം. AB CD EF GG. 14 വരി പോയമാണ് സോണറ്റ് എന്ന് പറയുന്നത്. ഷേക്സ്പിയറിയൻ സോണറ്റിനെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് സോണറ്റ് എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്പെൻസറിയൻ സോണറ്റ് ഉണ്ട്, പിന്നെ പെട്രാർക്കിയൻ സോണറ്റ് ഉണ്ട്. അപ്പോൾ ഇത് മൂന്നിനും 3 ടൈപ്പ് ഓഫ് റൈം സ്കീമാണ് കേട്ടോ. ദെൻ ടോട്ടൽസ് മിസ്ലനി എന്ന് പറയുന്നത് എന്താണ്? അതൊരു കളക്ഷൻ ഓഫ് ഇംഗ്ലീഷ് പോയട്രി ആണ്. തോമസ് വൈറ്റും ഹെൻറി ഹോവേർഡ്, അതായത് ഏൾ ഓഫ് സറേയും കൂടി എഴുതിയതാണ്. ദെൻ 1557 അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, അതും മറന്നു പോകരുത്. ഇനി ഇഫ് ദേ ബി ടു ദേ ആർ ടു, സോ as if twin compasses are two. ഇത് എന്ത് ടൈപ്പ് ഓഫ് ലിറ്റററി ഡിവൈസ് ആണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്? അപ്പോൾ ഇവിടെ ലവിനെ 2 കോമ്പസുമായിട്ട്, കോമ്പസിന്റെ 2 കാലുകളുണ്ടല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുവാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ മെറ്റാഫിസിക്കൽ കൺസീറ്റ് ആണ്. ഇങ്ങനെയുള്ള സ്ട്രെയിഞ്ച് ആയിട്ടുള്ള കമ്പാരിസൺസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് അത് മെറ്റാഫിസിക്കൽ പോയട്രിയുടെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഷേക്സ്പിയറിന്റെ സോണറ്റ് 33 ആർക്കാണ് അഡ്രസ് ചെയ്തിരിക്കുന്നത്? ഫെയർ യൂത്ത്, അതായത് ഏൾ ഓഫ് സതാംപ്ടൺ, ഷേക്സ്പിയറിന്റെ ബിലവഡ്. അത് ആണിന് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഫെയർ യൂത്ത് എന്നാണ് പറയേണ്ടത്, ഒരു യങ് മാൻ. വേ ഓഫ് ദ വേൾഡ് ആരാണ് എഴുതിയത്? വില്യം കോൺഗ്രീവ് ആണ്. ദെൻ വാട്ട് ഈസ് ദ സ്റ്റോറി ഓഫ് കേറ്റ്മൻസ് പോയറ്റിക് ഇൻസ്പിറേഷൻ? കേറ്റ്മൻ എന്ന് പറയുന്ന ഒരു ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഹേർട്സ്മൻ ആണ്. ഡിവൈൻ ഇൻസ്പിറേഷൻ ഡ്രീമിൽ കിട്ടി. അദ്ദേഹം എന്താണ് ക്രിയേഷനെ കുറിച്ചൊക്കെ, അതായത് ക്രിയേഷനെ കുറിച്ച് പാടണം എന്ന് അദ്ദേഹത്തിന് ഒരു കമാൻഡ് കിട്ടി ആ ഒരു ഡ്രീമിൽ. അങ്ങനെ ഇദ്ദേഹം എഴുതിയതാണ്. അതായത് അങ്ങനെയാണ് അദ്ദേഹം എന്താണ് പോംസ് ഒക്കെ എഴുതാൻ തുടങ്ങിയത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലീജിയസ് വേഴ്സസ് ആണ് ഇദ്ദേഹം എഴുതിയത്. ഫസ്റ്റ് നോൺ ഇംഗ്ലീഷ് പോയറ്റ് എന്നാണ് പറയുന്നത്. നോർമൻ കോൺക്വസ്റ്റ് എന്ന് പറഞ്ഞ 1066 വില്യം ദ കോൺഗറർ ആണ് ലീഡ് ചെയ്തത്. ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഒരുപാട് ട്രാൻസ്ഫോം ചെയ്തു ഈ ഒരു കോൺക്വസ്റ്റ്, കൾച്ചറിനെയും തന്നെ മാറ്റി. ആൻഡ് നോർമൻ, അതായത് ഈ ഫ്രഞ്ച് വൊക്കാബുലറി ഇംഗ്ലീഷിലോട്ട് കൊണ്ടുവന്നത് ഈ നോർമൻ കോൺക്വസ്റ്റിന് ശേഷമാണ്. ദെൻ ബ്യൂമണ്ടിന്റെയും ഫ്ലെഷറിന്റെയും പ്ലേസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജാക്കോബിൻ ഇറയിലാണ് ഇവർ എഴുതിയത്. ട്രാജഡിയും കോമഡിയും ബ്ലെൻഡ് ചെയ്തിട്ടാണ് എഴുതിയത്. ഫിലാസ്റ്റർ എന്നുള്ള വർക്കുണ്ട്, ദ മെയ്ഡ്സ് ട്രാജഡി. ഇതൊക്കെ ഇവരുടെ നോട്ടബിൾ ആയിട്ടുള്ള വർക്ക്സ് ആണ് കേട്ടോ. അത് റൊമാൻറ്റിക് തീംസും ലിറിക്കൽ സ്റ്റൈലും ഹ്യൂമൻ ഇമോഷൻസും ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയേക്കുന്നത്. ദെൻ ലൈസാൻഡർ എന്നുള്ളത് ഷേക്സ്പിയറിന്റെ ഒരു ക്യാരക്ടറാണ് മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീമിൽ. അദ്ദേഹം ദിസ് യങ് മാൻ ഇസ് ഇൻ ലവ് വിത്ത് ഹെർമിയ. അത് യൂത്ത്ഫുൾ പാഷനെ അല്ലെങ്കിൽ ഡിറ്റർമിനേഷനെയാണ് കാണിക്കുന്നത്, ലവ് സ്റ്റോറി പോലെ. ദെൻ സോണറ്റ് 30 എന്ന് പറയുന്നത് അമെററ്റി എന്ന് പറയുന്നത് സ്പെൻസറിന്റെ സോണറ്റ് കളക്ഷൻ ആണ്. അപ്പോൾ അതിനകത്ത് സോണറ്റ് നമ്പർ 30 തീം എന്താണ്? അത് ഫയർ ആൻഡ് ഐസ് ഇമേജറി വെച്ചിട്ടാണ് പറയുന്നത്. അൺറിക്വൈറ്റഡ് ലവിനെ കുറിച്ചാണ് പറയുന്നത്, തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിനെ കുറിച്ചാണ് പറയുന്നത്.
അതായത് ഇദ്ദേഹം സ്നേഹിക്കുന്ന ആ വ്യക്തി ബിലവഡ് വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടും വളരെ കോൾഡായിട്ടും തിരിച്ച് വെറുപ്പ് പോലെ അല്ലെങ്കിൽ തിരിച്ച് സ്നേഹം കാണിക്കാതെ നിൽക്കുക. സോ ആ ഒരു കാര്യമാണ് ഇദ്ദേഹം ഇതിനകത്ത് സംസാരിക്കുന്നത്. ഗ്ലോറിയസ് റവല്യൂഷൻ എന്ന് പറയുന്നത് 1688-ലെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ. അതൊരു ബ്ലഡ്ലെസ് കൂപ്പാണ് ഇംഗ്ലണ്ടിലെ. കിങ് ജെയിംസ് സെക്കൻഡിനെ ഓവർത്രോ ചെയ്തു. വില്യം 3യും മേരി 2വും റീപ്ലേസ് ചെയ്തു. എന്നിട്ട് അവർ വന്നു റൂൾ ചെയ്യാൻ. ഓക്കെ, ദെൻ പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്, പാരഡൈസ് ലോസിൽ ആഡമിൻ്റെ റിയാക്ഷനാണ് ചോദിക്കുന്നത്. അതായത് ഈവ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാമെന്ന്. അപ്പോൾ ആഡമിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ആഡം ശരിക്കും പറഞ്ഞാൽ വളരെ കൺസേൺഡ് ആയി മാറി. ഈവിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. അതായത് ഈവിൽ നിന്ന് മാറാൻ സെപ്പറേറ്റ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് വെച്ചാൽ ഈവ് പെട്ടെന്ന് വൾണറബിൾ ആണെന്ന് ആഡമിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വൾണറബിലിറ്റിയെ തടയാൻ വേണ്ടിയാണ് കൂടെ നിൽക്കണം, ടെംപ്റ്റേഷനെ തടയാൻ വേണ്ടിയാണ് കൂടെ നിൽക്കണം എന്ന് പറഞ്ഞത്. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? റിലക്റ്റൻ്റ്ലി എഗ്രി ചെയ്യുന്നുണ്ട്. ആഫ്രാബെന്നിൻ്റെ ക്യൂപ്പിഡ് ഇൻ കോൺട്രാസ്റ്റ് ടു ട്രഡീഷണൽ ചെറൂബ്സ്. അതായത് ആഫ്രാബെൻ്റെ വർക്ക്സിനകത്ത് ക്യൂപ്പിഡ് എന്ന് പറയുന്നത് വളരെ മിസ്റ്റീവിയസ് ആയിട്ടും കപ്രീഷ്യസ് ആയിട്ടുള്ളൊരു ഇതായിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. ആ ഒരു അൺപ്രഡിക്റ്റബിൾ നേച്ചർ ഓഫ് ലവിനെയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, ദെൻ ബിയോവുൾഫ് എന്ന് പറയുന്ന ഒരു ഓൾഡ് ഇംഗ്ലീഷ് എപ്പിക് പോയമാണ്. അത് ആ ഹീറോ എന്ന് പറയുന്നത് തന്നെ ബിയോവുൾഫാണ്. ആ ബിയോവുൾഫ് മോൺസ്റ്റർ ഗ്രൻഡൽ എന്നുള്ളൊരു മോൺസ്റ്ററിനെ എന്ത് ചെയ്യുന്നുണ്ട്? ബാറ്റിൽ ചെയ്യുന്നുണ്ട്. ഗ്രൻഡലിൻ്റെ മദറിനെയും ഡ്രാഗണിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇയാൾ വോറിന് വിളിക്കുന്നുണ്ട്. ഹീറോയിസം, ലോയൽറ്റി, ഇതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നത്. പിന്നെ ഡിയോർസ് ലെമന്റ് എന്നുള്ള വർക്കിനകത്ത് പോയ തന്നെ അതൊരു ആംഗ്ലോ സാക്സൺ പോയമാണ്. അതിനകത്ത് എന്തിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്? ലെജൻഡ്, വേരിയസ് ഫിഗേഴ്സ്, ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനെ കുറിച്ചും ഹിസ്റ്ററിയെ കുറിച്ചും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദെൻ ബേക്കൻ്റെ ഓഫ് സ്റ്റഡി എന്നുള്ള എസ്സേസിനകത്ത്, ഓഫ് സ്റ്റഡീസ് എന്നുള്ള എസ്സേക്കകത്ത് ബെനിഫിറ്റ്സ് ഓഫ് സ്റ്റഡി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് നോളജ് എൻഹാൻസ് ചെയ്യുന്നു, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നു, ക്യാരക്ടർ കൾട്ടിവേറ്റഡ് ആകുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചാൽ മാത്രം പോരാ, അതിനെ പ്രാക്ടിക്കലി നമ്മൾ അപ്ലൈ കൂടി ചെയ്യണം. എന്നാലും നമ്മുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്തിൽ അത് റിഫ്ലക്റ്റഡ് ആയിട്ട് കിട്ടത്തുള്ളൂ. മിഡ്സമ്മർ നൈറ്റ്സ് ഡ്രീമിൽ ഫ്ലവറിൻ്റെ സിംബലിസം എന്താണ്? ഫ്ലവർ എന്ന് വെച്ചാൽ അറിയാം, ലവ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ആണ് കാണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ബേക്കന്റെ വ്യൂ ഓൺ കിൻഷിപ്പ് എന്താണ്? കിൻഷിപ്പ്, അപ്പോൾ ബേക്കൺ സീസ് കിൻഷിപ്പ് എസ് എ ഫൗണ്ടേഷൻ, ഒരു ഫൗണ്ടേഷനാണ്. അതായത് സൊസൈറ്റിയുടെ സ്ട്രക്ചർ, സൊസൈറ്റിയുടെ തന്നെ ഫൗണ്ടേഷനാണ് കിൻഷിപ്പ് എന്ന് പറയുന്നത്. അദ്ദേഹം ഫാമിലി ബോണ്ടിനെ കുറിച്ചും മ്യൂച്വൽ സപ്പോർട്ടിനെ കുറിച്ചും മോറൽ ഗ്രൗണ്ടിങ്ങിനെ കുറിച്ചും ഒക്കെ ഇദ്ദേഹം പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇംഗ്ലീഷ് സിവിൽ വാർ എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 1642 to 1651 ആയിരുന്നു അത്. പാർലമെന്റേറിയൻസും റോയലിസ്റ്റുകളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആയിരുന്നു അത്. കിങ് ചാൾസ് ഫസ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെ കോമൺവെൽത്ത് വന്നു. അതും അങ്ങനെ ഒലിവർ ക്രോംവെൽ റൂളറായിട്ട് മാറി. കിങ് ജെയിംസ് ബൈബിള് 1604 അത് കമ്മീഷൻ ചെയ്തു. പിന്നെ പബ്ലിഷ് ചെയ്ത് 1611 റെസ്റ്റോറേഷൻ കോമഡി എന്താണ്? അത് 1660 ശേഷമാണ് ഫ്ലറിഷ്ഡ് ആയത്. വിറ്റി ഡയലോഗ്സും സറ്റാറിക്കൽ തീംസ്, സോഷ്യൽ മാനേഴ്സിനൊക്കെ ഫോക്കസ് ചെയ്തായിരുന്നു എഴുതിയിരുന്നത്. പ്ലേ റൈറ്റ്സ് ആരൊക്കെയായിരുന്നു? വില്യം കോൺഗ്രീവും വിഷോളിയും. ലവ്, ഡിസെപ്ഷൻ, സൊസൈറ്റിയുടെ ഹിപ്പോക്രസിയെ കുറിച്ചൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോയത്. ക്ലോസിംഗ് ഓഫ് തിയേറ്റേഴ്സ് 1642 പ്യൂരിറ്റൻസിന് ഈ തിയേറ്റേഴ്സ്, ഡ്രാമ അതൊന്നും ഇഷ്ടമല്ലായിരുന്നു. എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇഷ്ടമല്ലായിരുന്നു. ഡ്രാമ വളരെ ഇമ്മോറൽ ആയിട്ടുള്ള കാര്യമായിട്ടാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ടെമ്പററി ആയിട്ട് ഡ്രമാറ്റിക് ട്രഡീഷൻസ് ഒക്കെ ക്ലോസ് ചെയ്തിരുന്നു. അൺടിൽ 1660 റെസ്റ്റോറേഷൻ വന്നപ്പോൾ ഡ്രാമയൊക്കെ ഫുൾ ഫോഴ്സിൽ വരാൻ തുടങ്ങി. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സോണറ്റ്. സോണറ്റ് എന്ന് പറയുന്ന 40 ലൈൻ പോവമാണ്. ഇറ്റലിയിൽ ആണ് ഒറിജിനേറ്റഡ് ആയത്. ഇംഗ്ലണ്ടിൽ ഇത് കൊണ്ടുവന്നത് വയറ്റും സെറയുമാണ്. പിന്നീട് അത് റിഫൈൻ ചെയ്ത് ഷേക്സ്പിയർ ആണ്. ഓക്കെ, അപ്പം 3 സോണറ്റ്സിന്റെ ടൈപ്സിനെ കുറിച്ചും പറഞ്ഞുകൊള്ളണം. എലിസബത്തൻ ഏജ് എന്ന് പറഞ്ഞത് 1558 to 1603 ആണ്. ഗോൾഡൻ പീരീഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആൻഡ് ഡ്രാമ എന്നാണ് പറയുന്നത്. ഷേക്സ്പിയർ, മാർലോ, സ്പെൻസർ ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഹ്യൂമനിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റലക്ച്വൽ മൂവ്മെന്റ് ആണ്. റിനസൻസ് ഇന്റലക്ച്വൽ മൂവ്മെന്റ് ആണ്. ക്ലാസിക്കൽ ടെക്സ്റ്റിനെ പഠിക്കുക, ഇൻഡിവിജ്വലിന്റെ പൊട്ടൻഷ്യലെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യുക, സെക്യുലർ അച്ചീവ്മെന്റ്സ്, ഇതൊക്കെയായിരുന്നു ഹ്യൂമനിസത്തിന്റെ പ്രത്യേകതകളെന്ന് പറയുന്നത്. ദെൻ എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്നത് നോർമൻ കോൺക്വസ്റ്റിനെ എസ്സേ ആയിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ റെസ്റ്റോറേഷൻ ലിറ്ററേച്ചർ ചോദിക്കുമ്പോൾ കോമഡി, ഡ്രാമ എല്ലാത്തിനെ കുറിച്ചും പറഞ്ഞു പോയിക്കോണം. പിന്നെ എന്താണ് നോവൽസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചും. എലിസബത്തൻ തിയേറ്റർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തിയേറ്റർ ഏത് തിയേറ്ററാണ് വന്നതെന്ന് തൊട്ട് നമ്മുടെ ഷേക്സ്പിയറിൻ്റെ കാര്യവും ഷേക്സ്പിയറിൻ്റെ തിയേറ്ററിൻ്റെ കാര്യവും എല്ലാം നമ്മൾ എലിസബത്തൻ തിയേറ്ററിലെ ആക്ടേഴ്സിൻ്റെ കാര്യം, സെറ്റിങ്, 3 യൂണിറ്റീസിൻ്റെ കാര്യം പറയണം. ഷേക്സ്പിയറിനെ കുറിച്ച് സംസാരിക്കണം. മാർലോയെ കുറിച്ച് പറയണം. പിന്നെന്താണ് ആ സമയത്തുള്ള ഡ്രാമാസിൻ്റെ പ്രത്യേകതകൾ, അതിനെക്കുറിച്ചെല്ലാം പറഞ്ഞിരിക്കണം.